യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താടി ആലോചിക്കുന്നേ? ഒപ്പിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന ആലോചിക്കായിരുന്നു. ഓഹോ, തള്ള എങ്ങനെയൊക്കെ പറയണമെന്ന് പഠിപ്പിച്ച് തന്നിട്ടാ പോലിക്കുന്നല്ലേ? എവിടേക്കാ ഇത്ര ധൃതി? ഒപ്പിട്ടിട്ട് പോയാ മതി. കൈവിട. നോക്കിയിരിക്കാതെ പിടിച്ച് ഒപ്പിടിക്കണ. തനിക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, സാധാരണ ഇത്ര ഉടായ്പകളൊക്കെ ആദ്യമേ പൊക്കുന്ന ആളല്ലേ താൻ? ശരിയാ. പക്ഷേ പൂജയുടെ കാര്യത്തില് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് ഇപ്പോഴാ തോന്നുന്നത്. അവള് പറഞ്ഞ നുണകളാണ് ആദ്യം എനിക്ക് സംശയം ഉണ്ടാക്കിയത്. ഈ ജീനയുടെ വീട്ടിൽ പോയെന്ന് അവൾ ആദ്യം പറയുന്നു. പിന്നെ സ്നേഹസദനത്തിൽ ഒരു കുട്ടിക്ക് അപകടം പറ്റിയെന്ന് പറയുന്നു. അല്ലെങ്കിലും വലിയ ക്രൈം ചെയ്യുന്നവരെല്ലാം ഇത്തരം ചെറിയ തെറ്റുകൾ കാണിച്ചു കൂട്ടും. അതാണ് ഈ ക്രൈമിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ദിവസേന എനിക്ക് മദ്യം തരുന്നതിൽ അവള് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും തനിക്ക് അവള് പൂജയല്ലെന്ന് മനസ്സിലാക്കാൻ വിശ്വനാഥൻ സാറിന്റെ വാക്ക് വേണ്ടി വന്നു അല്ലേ? ഒരിക്കലും ഞാൻ വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ? അന്നേ അവളൊന്ന് ശരിക്കും ചോദ്യം ചെയ്തിരുന്നെങ്കിലേ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നേനെ. ഇതിപ്പോ പുറത്തറിഞ്ഞാ ഞാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. പ്രഗത്ഭനായ ക്രിമിനൽ വക്കീലിന്റെ വീട്ടിൽ ആൾമാറാട്ടം നടത്തി താമസം, അതും അയാളുടെ ഭാര്യ എന്ന പേരിൽ. ഞാൻ പറഞ്ഞില്ലേ കിരൺ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു അവളുടെ ഓരോ നീക്കവും. എന്നിട്ടെങ്ങനെയാണ് ആ വസന്തന് അവൾ തട്ടിപ്പാണെന്ന് ആദ്യമേ മനസ്സിലായത്? അതാണ് അത്ഭുതം. അതല്ല അത്ഭുതം, പല പ്രാവശ്യം അതയാൾ പറയാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല എന്നതിലാണ് അത്ഭുതം. ഇപ്പോഴും അവളെ ഒന്ന് ചോദ്യം ചെയ്യാനോ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ നിങ്ങൾ ആരും തയ്യാറല്ല. കിരൺ, ഇപ്പോ നമ്മൾ അവളെ സംശയിക്കുന്നു അവൾക്ക് തോന്നിയ അത് അവളെ ഇങ്ങോട്ട് അയച്ചത് ആരാണോ അവരുടെ ചെവിയിലെത്തും. എന്റെ ബലമായ സംശയം പൂജ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവുന്ന. ഇവളുടെ നില ഇവിടെ പരിങ്ങിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇങ്ങനെ ഒരു നാടകം നടന്ന സ്ഥിതിക്ക് എനിക്ക് അതിന്റെ കാര്യകാരണങ്ങൾ മുഴുവൻ അറിയണം. പൂജയുടെ മുഴുവൻ കഥകൾ മനസ്സിലാക്കി പൂജയെ പോലെ തന്നെ ഇരിക്കുന്ന ഇവളെ ആരാണോ ഇവിടേക്ക് അയച്ചതെന്നുള്ള കാര്യം ആദ്യം അറിയണം. അത് കമ്മീഷണർ ആണെങ്കിലോ? അയാളുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം നമുക്കറിയണം. അയാളുടെ പെങ്ങളുമായി തന്റെ നന്ദനങ്കലിന് റിലേഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഫലത്തിൽ അതും തന്റെ മൊറപ്പെണ്ണായി വരുമല്ലോടെ വക്കീലേ. കിരണ, തമാശ പറയാനുള്ള നേരമല്ലത്. എനിക്കറിയേണ്ടത് അന്നത്തെ ആ ആക്സിഡന്റിന് ശേഷം പൂജയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാ. പൂജ എന്ന പേരിൽ വീട്ടിൽ വന്നിരിക്കുന്നവളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനെനിക്ക് തന്റെ സഹായം വേണം. അതെ, പിടിച്ചുകൊണ്ടുപോയി ഒരു അര ദിവസം ചോദ്യം ചെയ്താൽ തെളിയാവുന്ന കാര്യ താനിങ്ങനെ വളഞ്ഞു പിടിക്കുന്നത്. അതിനു പകരം
ഞാൻ കൊടുക്കേണ്ടി വരുന്നത് എന്റെ പൂജയുടെ ജീവനാണെങ്കിലോ? അതിന് ഞാൻ തയ്യാറല്ല ഈരൻ. ഓക്കെ, ഞാൻ എന്റേതായ വഴി നോക്കാം. താനെന്തായാലും ആ പുത്തൻ പൂജയെ ഒന്ന് കാര്യമായിട്ട് ഗൗനിച്ചേക്ക്. ശരി. ശരി കിരൺ. ആ പ്രകാശം വൈദ്യരുടെ കടയിൽ നിന്ന് ഇത്തിരി മുറുവെണ്ണ വാങ്ങിക്കണം. അവളും തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ വേദന മാറുകയല്ല. അവളിങ്ങ് വരട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. അവള് ക്ഷമിച്ച് സഹിച്ചു നിൽക്കുന്നത് കണ്ട് ഇനി മെക്കിട്ട് കയറാതിരിക്കുന്നത് നല്ലത്. അവള് പെരുമാറിയ രീതി കണ്ട അത്യാവശ്യം അടിയും തടയും പഠിച്ചോളാണെന്ന് ഉറപ്പാ. വല്ല ഗുണ്ടകളെയും വെച്ച് തല്ലിക്കാമെന്നല്ലാതെ നേരിട്ട് പോയ സംഗതി തടികേടാവുന്ന ഉറപ്പാ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിനക്കറിയാവുന്ന ഞാൻ കണ്ടടാ. ഓരോ അടിക്കും അയ്യോ അമ്മേ എന്ന് ഒച്ചത്തിൽ മോങ്ങുന്നുണ്ടായിരുന്നല്ലോ. നോക്കടാ, അവളിപ്പോ സാരി ഉടുത്തു വന്നിരിക്കുന്നു. ഓഹോ, അപ്പൊ നീ മനപ്പൂർവ്വം ഞങ്ങളെ അടിച്ചു നോക്കാൻ എവിടെ വേഷം മാറ്റി പറഞ്ഞയച്ചതാണല്ലേ? വേഷം മാറ്റി പറഞ്ഞേക്കേ? ആര്? ഈ രാക്ഷസിയെ, നിന്റെ മോളെ. എടി റാണി, ഇതിനൊക്കെ പകരം ചോദിക്കാതെ ഈ അരവിന്ദാക്ഷ അടങ്ങുന്നു നീ വിചാരിക്കണ്ട. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടുത്തേക്കൊന്നും വരല്ലേ. ഞാൻ മോശക്കാരനായാലേ താനി മോശക്കാരനാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എനിക്ക് മാത്രമല്ല നിന്റെ മോനും പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ ശാദം ഞാൻ കവളത്തെ ഐസ് വെച്ച് തണുപ്പിക്കുന്നത്. അയ്യോ അയ്യോ, ഇതെന്ത് പറ്റി? എന്നോടല്ല, കൂടെ നിൽക്കുന്ന മോളോട് ചോദിക്കും. ഇവളെന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഒന്നും ചെയ്തില്ല അല്ലേ? കുറച്ചുമ്പോ കാണുമായിരുന്നു എന്നാ അടിയാ ഇവളോട് നടത്തിയത്. എന്റെ മോൻ പാവം ഒറ്റ ചവിട്ടിനുണ്ടല്ലോ ദൂരത്തേക്കാ പോയി വീഴുന്നത്. നാണക്കേടാണെന്ന് എനിക്കറിയാം, എന്നാലും ദണ്ണം കൊണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ലടാ. അച്ഛനും മോനും രാവിലെ തൊട്ട് ബോധം കാണില്ല, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എന്റെ മോള് രാവിലെ മുതൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓഹോ, എന്നാൽ നീയും കൂടെ ചേർന്ന് നടത്തിയ അടിയായിരിക്കുമല്ലേ ഇത്? അയ്യോ, ആ എങ്കിൽ നന്നായി പോയി. അതെ, കയ്യിലിരിപ്പ് അത്രയും നല്ലതാണല്ലോ. ആരെങ്കിലും വേഷം മാറി വന്ന് തല്ലി പോയിട്ടുണ്ടാവും. വേറെ ആരുമില്ല. എവിടെ നിന്നെയാ? സാരമില്ല, രണ്ടുപേരും അനുഭവിച്ചോ. മോളെ നീ വാ.